നീ എന്റെ ലൈഫിൽ നിന്നും പോയതിനു ശേഷം ഒരിക്കലും ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ കള്ളമാണ്. അതിന് പകരമായിട്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സും ഒരു കാസറ്റിൽ എന്ന പോലെ വീണ്ടും വീണ്ടും ഞാൻ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന രീതിക്ക് ജയൂൺ ഓർക്കുകയാണ്. അതേപോലെ തന്നെ എന്റെ വഴികൾ ഒന്നും തന്നെ ഇരുട്ട് നിറഞ്ഞതായിരുന്നില്ല. അതിന് എനിക്ക് നിന്നോടാണ് നന്ദി പറയുവാനായിട്ടുള്ളതെന്ന് സൺവുവും പറയുന്നു. ഈ ഒരു സമയത്ത് നേരത്തെ ജയൂൺ സൺവുവിന്റെ അനിയത്തിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റാർസ് എല്ലാം നോക്കിക്കൊണ്ട് അവനും കിടക്കുകയാണ്. സോക്ചുവിന്റെ അമ്മയുടെ കമ്പനിയിലാണ് ജയൂൺ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോക്ചുവിന്റെ അമ്മയും പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും ജയൂണും കൂടെയുള്ള വർക്കേഴ്സും നിലവിലുള്ള പ്രൊജക്ടിനെ കുറിച്ച് എല്ലാം തന്നെ അമ്മയുടെ അടുത്തായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ടയറിന് പുതിയൊരു ഡ്രാമയിലേക്ക് ഓഫർ വന്നിട്ടുണ്ടെന്നുള്ള രീതിക്ക് സോക്ചുവിന്റെ അമ്മ പറയുമ്പോഴത്തേക്കും നിലവിൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രാമ തീരുന്നതേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് തന്നെ മറ്റൊരു ഡ്രാമയിലേക്ക് പോവുകയാണെങ്കിൽ അവൾക്ക് കൃത്യമായിട്ട് റിഹേഴ്സൽ ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രാമ വേണ്ട എന്നും നിലവിലെ ഡ്രാമ തന്നെ അവൾ കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്നും ജയൂൺ പറയുകയാണ്. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന സീനിയറും മറ്റൊരു എംപ്ലോയിയും കൂടി ആയിട്ടുണ്ടായിരുന്ന ഹാനയും അതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. നേരത്തെ സൺവുവും ജയൂണിനെ കാണുവാനായിട്ട് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് സൊക്ചുയുടെ അമ്മയായിട്ടുണ്ടായിരുന്ന ഈ ഒരു ബോസിനെ കാണാതിരിക്കുവാനായിട്ടായിരുന്നു ജയൂണും അവനെ പിടിച്ചു മാറ്റിയത്. ആ ഒരു സമയത്തായിരുന്നു അവന്റെ ഷർട്ടൊക്കെ കീറിയിട്ടുണ്ടായിരുന്നതും. പക്ഷെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ബോസും അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യൻ ആരാണ്, നിന്റെ ബോയ് ഫ്രണ്ട് വല്ലതും ആണോ എന്ന് ജയൂണിന്റെ അടുത്തായിട്ടും അവൾ ചോദിക്കുന്നു. അവൻ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, പഴയൊരു ചൈൽഡ് ആക്ടറാണ്. അവനും ഞാനും ടയറിനുമൊക്കെ ഒന്നിച്ചായിരുന്നു സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ എന്റെ സീനിയറും അവനെയും ടയറിനെയും വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്യുവാനായിട്ട് പ്ലാൻ ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. സോ ഞാനും അവന്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനെ അപ്രോച്ച് ചെയ്യാമെന്ന് ഞാനും തീരുമാനിച്ചു. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു ഡോക്യുമെന്ററിയിലൊക്കെ വരികയാണെങ്കിൽ ടയറിന് കൂടുതലായിട്ടുള്ള നല്ല പ്രൊജക്ടുകൾ ലഭിക്കുന്നതായിരിക്കുമെന്നൊരു തോന്നലൊക്കെ തോന്നിയത് കൊണ്ടായിരുന്നു ഞാനും സൺവോനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും പറയുന്നു. യഥാർത്ഥത്തിൽ സൺവുവിന്റെ അച്ഛൻ വിവാഹം കഴിച്ചത് ഈ ഒരു ബോസിനെ ആണെങ്കിൽ പോലും ബോസിനും ഒന്നും അറിയത്തില്ലാത്തതുപോലെ തന്നെ സൺവുവിനെ കുറിച്ച് ജയൂൺ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ടു നിൽക്കുന്നു. കൂടാതെ അതിന് തന്റെ എല്ലാ സഹായവും ഉണ്ടായിരിക്കുമെന്നും പറയുന്നുണ്ട്. ടയറിന് ആകെ വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്ക് സ്ഥിരമായിട്ട് ഒരേ രീതിക്കുള്ള റോളുകൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവളെ ഒരു ചൈൽഡ് ആക്ടർ എന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോഴും ആളുകൾ കാണുന്നത്. അവൾക്ക് ഇത്രയേറെ പ്രായം ഉണ്ടെങ്കിൽ പോലും പ്രേക്ഷകർ ആരും തന്നെ അവളെ അത്ര പ്രായമുള്ള ഒരാളായിട്ട് കണക്കാക്കുന്നേയില്ല. സോ അവൾ അങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ജയോൺ ആയിരുന്നു അവളെ സപ്പോർട്ട് ചെയ്ത് അവൾക്ക് നല്ല റോൾസ് ഒക്കെ ഇനി കിട്ടുവാനായിട്ട് പോകുമെന്ന കാര്യമൊക്കെ പറഞ്ഞ് അവളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സൺവുവിന്റെ ഷോപ്പിൽ നിൽക്കുകയാണ് ചെയ്യണം. അങ്ങനെ ഇരിക്കെ സൺവുവിന് ഒരു കസ്റ്റമർ ഒക്കെ വരുമ്പോഴത്തേക്കും ആ കസ്റ്റമർ തന്റെ എക്സ് ബോയ് ഫ്രണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണെന്ന് അവനെയും അറിയിക്കുന്നു. അത് കേട്ടിട്ടുണ്ടായിരുന്ന അവനും വൈറ്റ് കളറുള്ള റോസ് ഒക്കെ ആ ഒരു കസ്റ്റമർക്ക് സജസ്റ്റ് ചെയ്യുന്നു. അത് പുതിയൊരു തുടക്കത്തിന്റെ സൂചനയാണെന്ന് അവൻ പറയുമ്പോഴത്തേക്കും ഇനിയും അയാളുമായിട്ട് പച്ചപ്പാകുവാനായിട്ട് തനിക്ക് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ല എന്ന് കസ്റ്റമറും അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നീല കളറുള്ള റോസ് ഒക്കെ കൊടുത്തതിന് ശേഷം അസാധ്യമായ കാര്യങ്ങളെ സൂചിപ്പിക്കുവാനായിട്ടാണ് ഇത് നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവന് കൊണ്ട് കൊടുത്താൽ മതിയെന്ന് സൺവുവും അറിയിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ കസ്റ്റമറും ബ്ലൂ റോസ് മേടിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. ആൾക്കാരൊക്കെ സാധാരണയായി ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് ആരെങ്കിലും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുവാനായിട്ടും മറ്റും ആയിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കെ ഓരോ ഫ്ലവേഴ്സിനും ഓരോ അർത്ഥം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ കസ്റ്റമേഴ്സിന് അതൊക്കെ വിൽക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ എല്ലാവരും തന്നെ ഫ്ലവേഴ്സ് ഒക്കെ മേടിക്കുക എന്ന രീതിക്ക് ചെയ്യും അവന്റെ അടുത്തായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവനൊരു ഫ്ലോറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ ഫ്ലവേഴ്സിനും ഓരോ അർത്ഥം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അവനും ഇതുപോലെ ഓരോരോ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് ഫ്ലവേഴ്സ് ഒക്കെ വിൽക്കാറുള്ളതെന്ന് അവളെയും അറിയിക്കുന്നു. ഷൂട്ടിങ്ങിന് വേണ്ടി സണ്ണു സമ്മതിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെ അടുത്തും നമ്മൾ സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചതാണെന്ന് പറയുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇല്ല എന്ന് ജയോൺ പറയുമ്പോഴത്തേക്കും നമ്മൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്ന കിസ് ചെയ്ത ഫ്രണ്ട്സ് അല്ല എന്ന രീതിക്ക് സൺവും ഇപ്പോൾ തിരിച്ച് അവളുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. അതായത് അവൾ ആ കിസിന്റെ കാര്യം പോലും മറന്നിരിക്കുകയായിരുന്നെങ്കിൽ പോലും അവനും അതൊക്കെ എടുത്തു പറഞ്ഞിട്ട് അതത്രയ്ക്ക് വലിയ കാര്യമല്ല എന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. എന്തായാലും നല്ല രീതിക്ക് ഈ ഒരു പ്രൊജക്ട് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സൺവുവും ജയോണും പരസ്പരം കൈകൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറും ഇപ്പോൾ സൺവുവിനെ കാണുവാനായിട്ട് എത്തുന്നു. അവിടെ എത്തി സൺവുവിനെ കാണുമ്പോഴത്തേക്കും അതായിരിക്കും പഴയ ആ ഒരു സൺവു എന്ന കാര്യം ഒന്നും തന്നെ പ്രൊഡ്യൂസറും തിരിച്ചറിയുന്നില്ല. പിന്നീട് ജയൺ വരുമ്പോഴത്തേക്കുമാണ് അതാണ് സൺവു എന്ന കാര്യം പ്രൊഡ്യൂസറും മനസ്സിലാക്കുന്നത്. സോ സൺവുവിനെ കണ്ടിട്ടുണ്ടായിരുന്ന പ്രൊഡ്യൂസറും ഒരുപാട് ഹാപ്പി ആകുന്നു. തന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് ഇതേ എന്ന രീതിക്കാണ് പ്രൊഡ്യൂസറും സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ തനിക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് വന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നും ഒരുപാട് തിരക്കുണ്ട് എന്നും പറഞ്ഞതിന് ശേഷം എന്ത് കാര്യമുണ്ടെങ്കിലും ജയൂണിനെ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ജയൂണിന്റെ അടുത്ത് സണുവിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് പ്രൊഡ്യൂസറും പോകുന്നത്.
ഇപ്പോൾ സോക്ചുവും അമ്മയും കൂടി ഇരിക്കുന്ന അവിടേക്ക് ചിയോൺ കൂടി എത്തുകയാണ്. ടെറൻ ആദ്യമായിട്ടാണ് ഒരു ഡോക്യുമെന്ററിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഒരു ഡോക്യുമെന്ററി സൺവുവിന്റെ ഒപ്പമല്ലേ, അല്ലാതെ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന രീതിക്കാണ് ബോസ് ചോദിക്കുന്നത്. അതേസമയം സൺവു ഒരു നോൺ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാര് സൺവുവിനെ കുറിച്ചും സംസാരിക്കും, കൂടാതെ ടെറിനെ കുറിച്ചും സംസാരിക്കും. അങ്ങനെ ഇരിക്കെ ടെറിന് കൂടുതൽ ഓഫേഴ്സ് ഒക്കെ കിട്ടുവാനുള്ള സാധ്യതയാണ് താൻ കാണുന്നതെന്നും അത് നമ്മുടെ കമ്പനിക്ക് ഏറ്റവും നല്ലതായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജയോണും അതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. സണുവിനെ പ്രൊജക്ടിലേക്ക് കൊണ്ടുവന്നത് നീയാണ്, അതുകൊണ്ട് തന്നെ സണുവിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നീ തന്നെ നോക്കണം. സണുവും ടേറിനും തമ്മിൽ ഒരുപാട് ക്ലോസ് ആകുവാനായിട്ടൊന്നും പാടില്ല, കൂടാതെ അവനും പ്രോഗ്രാം നടക്കുന്നിടത്ത് ഒരു രീതിക്കുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുവാനായിട്ട് പാടില്ല. നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാൻ പറഞ്ഞ എല്ലാ ഡ്യൂട്ടീസും ജയോണിനെ ആയിരുന്നു ബോസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ജയോൺ പോയി കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് സണുവിന്റെ അടുത്ത് ഇപ്പോഴും ഇതുപോലെ വെറുപ്പൊക്കെ ഉള്ളതേ എന്ന് സൊക്ചുവും ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്കും അത്രയ്ക്ക് വെറുപ്പൊന്നും ഇല്ല എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അവന്റെ ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാണ്, അത് തനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്ന രീതിക്ക് അവളും പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുകയാണ്. സണുവിന്റെ അമ്മ മരണപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ സണു ഒരു ചൈൽഡ് ആക്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് റിപ്പോർട്ടേഴ്സും മറ്റൊക്കെ അവിടെ നിൽപ്പുമുണ്ട്. പക്ഷെ അവൻ കരയാത്തത് കൊണ്ട് തന്നെ കരയുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് അവിടേക്ക് ബോസും എത്തുന്നു. പക്ഷേ അവരാരും തന്നെ പ്രതീക്ഷിക്കാതെ കുറച്ച് ആൾക്കാർ അകത്തേക്ക് കടന്നു വരികയാണ്. ആ ആൾക്കാര് പണമൊക്കെ നഷ്ടപ്പെട്ടവരായിരുന്നു. അവരും തരാനുള്ള പണം എല്ലാം തന്നെ ഇനി നീ വേണം തരുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് സണുവിന്റെ ചുറ്റും കൂടിയിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പ്രസന്റ് സീനൊക്കെ കാണിക്കുമ്പോഴത്തേക്കും സണുവിന്റെ ലൈഫ് തന്നെ ഒരുപാട് ഗോസിപ്പൊക്കെ നിറഞ്ഞതല്ലേ. അവനും ഫ്രോഡ് കേസിന്റെ മെയിൻ ആയിട്ടുള്ള ആളല്ലായിരുന്നു. അവന്റെ അമ്മയും ഏറ്റവും അവസാനത്തെ ഹോപ്പ് വരെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴല്ലേ സൂയിസൈഡ് ചെയ്തത്. ഞാനും ഇപ്പോൾ എന്റെ ആക്ട്രസ് ആയിട്ടുള്ള ടെറിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന രീതിക്കൊക്കെ ബോസും സംസാരിക്കുന്നു. പക്ഷെ ഇതുപോലെ സണുവിനെ അകറ്റി നിർത്തിയേക്ക് സംസാരിക്കുന്നതിനെ കുറിച്ച് സൊക്ചുവിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഡോക്യുമെന്ററിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഒരുപാട് ക്യാമറാസ് സൺവുവിന്റെ ഷോപ്പിന് ചുറ്റും വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവനും ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ വീണ്ടും വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ടയറിനും അവനെ കാണുവാനായിട്ടും എത്തുന്നു. ബീറ്റ് ആൻഡ് ബി പോപ്പ് എന്ന പേരുള്ള ഒരു ഡ്രാമയൊക്കെ ആയിരുന്നു ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡ്രാമയില് ബീറ്റ് എന്ന റോൾ ആയിരുന്നു ടേറിൻ ചെയ്തത്, ബി പോപ്പ് എന്ന റോൾ ആയിരുന്നു സൺവു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം മീറ്റ് ചെയ്യുകയാണ്. പണ്ട് ഡ്രാമയിലായിരിക്കെ അവരുടെ സിംബോളിക് ആയിട്ടുണ്ടായിരുന്ന ഒരു ഹാൻഡ് ഷേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം ഇപ്പോൾ അവർ ചെയ്യുമ്പോഴത്തേക്കും പണ്ട് കുട്ടിക്കാലത്ത് ഇതേ ഡ്രാമ കണ്ടതിനെ കുറിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരും ഓർത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൺവും ടയറിനും പരസ്പരം കൂടുതലായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അവരുടെ ഒപ്പം തന്നെ ചെയ്യണമുണ്ട്. അങ്ങനെ ഇരിക്കെ പ്രൊഡ്യൂസറും അവിടേക്ക് എത്തുകയാണ്. അതായത് ഫസ്റ്റ് സീൻ അവർ ഷൂട്ട് ചെയ്യുവാനായിട്ട് പോവുകയാണ്. സൺവുനെ തിരിച്ചറിയുന്ന രീതിക്കുള്ള ഏതെങ്കിലും കസ്റ്റമർ ഇവിടെ ഉണ്ടോ എന്ന രീതിക്ക് പ്രൊഡ്യൂസർ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ആരും തന്നെ ഇല്ല എന്ന രീതിക്കായിരുന്നു സൺവു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, സൺവുനെ കസ്റ്റമർ തിരിച്ചറിയുന്ന രീതിക്കുള്ള ഒരു സീനൊക്കെ നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ജയോൺ ഒരു കസ്റ്റമർ ആയിട്ട് അഭിനയിക്കാമോ എന്ന് പ്രൊഡ്യൂസറും ചോദിക്കുന്നു. ജയോണും മറ്റു മാർഗങ്ങൾ ഇല്ലാതെ അങ്ങനെ അഭിനയിക്കുകയാണ്. പക്ഷേ അവൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു അഭിനയം മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ചിലപ്പോഴൊക്കെ കടയുടെ അകത്ത് കയറിയിട്ട് സൺമുനെ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നീ ആ ബീറ്റ് ആൻഡ് ബി പോപ്പ് എന്നുള്ള ഡ്രാമയിലൊക്കെ അഭിനയിച്ച കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേ വരികയാണ്. സോ മൊത്തത്തില് അവളും ആ ഒരു ഷൂട്ടിംഗ് ഒക്കെ കൊളമാക്കുന്നു. എത്രയൊക്കെ അഭിനയിച്ചിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സംഭവം ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ക്ഷമയൊക്കെ കെട്ടിട്ട് ചെയ്യണം, ഈ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ടേറിനും സൺവും ഒന്നിച്ചുള്ള സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അതിനു വേണ്ടിയും സംസാരിക്കുന്നു.